എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചെടിച്ചട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിൽ നിന്നൊക്കെ ചെടികൾ നേരിട്ട് മണ്ണിലേക്ക് മാറ്റി നടുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് പൂച്ചെടികളാണ്. ഇതാണ് മണ്ണിലേക്ക് മാറ്റി നടുന്നത്. ആദ്യം നമ്മൾ ചെടിച്ചട്ടിയിൽ നിന്ന് ചെടിയെ വളരെ ശ്രദ്ധയോടെ പുറത്തെടുക്കണം. അതിനായിട്ട് ചെടിച്ചട്ടിയിൽ നിന്ന് എടുക്കുന്നതിന് ഒരു ദിവസം മുന്നേ മാത്രം വെള്ളം ഒഴിക്കുക. ചട്ടിയിൽ നിന്ന് ചെടി എടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ചെടിയുടെ മണ്ണും വേരുമെല്ലാം കൂടി പൊടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം മുന്നേ വെള്ളം ഒഴിക്കണമെന്ന് പറയുന്നത്. വേരൊന്നും പൊട്ടാതെ അതേപടി ചെടി എടുക്കാനായിട്ട് ചട്ടിയുടെ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ചെടി നിൽക്കുന്നത് ആ പാത്രത്തിൻ്റെ വശങ്ങളിൽ പതുക്കെ തട്ടിക്കൊടുക്കുകയോ അമർത്തിക്കൊടുക്കുകയോ ചെയ്യുക. ഇങ്ങനെ തട്ടിക്കൊടുത്ത് ചെടിയെ മെല്ലെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇത് നന്ദ്യാർവട്ടത്തിൻ്റെ ചെടിയാണ്. ഈ ചെടി അതേപടി നമുക്ക് മണ്ണിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നിറയെ വേരുകൾ കൊണ്ട് പൊതിഞ്ഞ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചെടി വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച ഒരു ചെടി ആയതുകൊണ്ട് നല്ല വളക്കൂറുള്ള കമ്പോസ്റ്റ് മിക്സ് അടങ്ങിയ മണ്ണിലാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് മണ്ണിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, അതായത് ആ പാത്രത്തിൽ നിന്ന് എടുത്തതുപോലും അറിയാതെ ആ വേരിന് ഒട്ടും ബലക്ഷയം വരാതെ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് വളരും. എന്നാൽ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെടികളാണെങ്കിൽ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും, മണ്ണൊക്കെ കുഴഞ്ഞിരിക്കുന്ന കടുപ്പമുള്ള വേരുകളുള്ള ഒട്ടും വളക്കൂറില്ലാത്ത മണ്ണിലുള്ള ചെടികളാണെങ്കിൽ അടിവശത്തെ മണ്ണ് അല്പം ഇളക്കി മാറ്റിയതിന് ശേഷം, അതായത് വേരിന് ഒട്ടും ബലക്ഷയം വരാത്ത രീതിയിൽ അല്പം മണ്ണ് മാറ്റിയിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ നമ്മൾ അടിവളമായിട്ടിട്ട് കൊടുക്കുന്ന വളം പെട്ടെന്ന് വലിച്ചെടുത്ത് നന്നായിട്ട് വളരാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത ചെടി മണ്ണിലേക്ക് വെക്കാനായിട്ട് ഞാനിവിടെ കുഴികൾ എടുത്തിട്ടുണ്ട്. ഈ ചെടിയുടെ വേരുകൾക്ക് ചുറ്റുമുള്ള മണ്ണിനേക്കാൾ അല്പം കൂടി ആഴമുള്ള ഒരു കുഴി എടുക്കണം. കുഴിയുടെ അടിഭാഗത്ത് ഏതെങ്കിലും ഒരു പോട്ടിംഗ് മിക്സ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ 1-2 പിടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ചെടിയെ ഈ കുഴിയിലേക്ക് മാറ്റുക. ഇനി ചെടിയുടെ ചുറ്റും മണ്ണിട്ട് കൊടുത്ത് നന്നായിട്ട് അമർത്തി കൊടുക്കണം. നമ്മൾ പാത്രങ്ങളിൽ നിന്ന് അതേപടി ചെടി പോലും അറിയാതെ മണ്ണിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതേപടി അതിൻ്റെ വളർച്ച തുടരും. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ പുതിയ ഇലകളും പൂക്കളും ഒക്കെ നിറയും. നേരെ മറിച്ച് അല്പമെങ്കിലും വേരുകൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യമായ വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അതിൻ്റെ വളർച്ചയും മന്ദഗതിയിലാകുന്നത്. ചെടിക്ക് പറിച്ച് നടുമ്പോൾ കാര്യമായിട്ട് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എന്തുമാത്രം വെള്ളം നനച്ചു കൊടുത്താലും ചെടി വാടി തളർന്നിരിക്കും. പിന്നീട് പഴയ ഇലകൾ മഞ്ഞളിച്ചും തവിട്ട് നിറത്തിലുമൊക്കെ ആയി കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനും കാരണമാകാറുണ്ട്. പിന്നീട് പുതിയ നാമ്പുകളോ ഇലകളോ ഉണ്ടാകാതെ ചെടി വളരാതെ ഇരിക്കുന്നതൊക്കെ ചെടി പറിച്ച് നടുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം മൂലമാണ്. അങ്ങനെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം മുന്നേ ചട്ടിയിലുള്ള ചെടി നന്നായി നനയ്ക്കണം. ഇങ്ങനെ ചെയ്താൽ വേരുകൾക്ക് ക്ഷതം സംഭവിക്കാതെ മൺകൂള എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം മണ്ണിലേക്ക് ചെടി വെച്ച് കൊടുത്ത് ഉടൻ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേരുകൾക്ക് ചുറ്റുമുള്ള ഭാഗത്തും വെള്ളം നന്നായിട്ട് എത്തണം. എങ്കിൽ മാത്രമേ ചെടികളുടെ വേരുകൾക്ക് പുതിയ മണ്ണുമായിട്ട് പെട്ടെന്ന് ചേരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം ചെടികൾക്ക് നേരിട്ട് വെയിലേക്കാതെ ഭാഗികമായ തണൽ നൽകുന്നതും നല്ലതാണ്. അതായത് ഒരു ചെടിയുടെ 4 വശത്തും കമ്പോ അല്ലെങ്കിൽ കമ്പിയോ കുത്തിക്കൊടുത്തിട്ട് ഒരു ചാക്കോ അല്ലെങ്കിൽ ഒരു ഷീറ്റോ എന്തെങ്കിലും വെച്ച് 4 വശവും കവർ ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഇലകളിലൂടെയുള്ള ജലാംശം നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ചെടി മണ്ണിലേക്ക് മാറ്റി നട്ടതിന് ശേഷം ചുവട്ടിൽ ഉണങ്ങിയ കരിയില കൊണ്ട് പൊതയിട്ട് കൊടുക്കണം. ഇത് മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അതുപോലെ ചെടി പറിച്ച് നടാൻ ഏറ്റവും നല്ല സമയം വൈകുന്നേരമാണ്. കാരണം മാറ്റി നടുന്ന ചെടി പുതിയ മണ്ണും സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള സമയം കിട്ടും. നമ്മൾ നട്ടുകൊടുത്ത ചെടി ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഈ ചെടിയിൽ പുതിയ ഇലകളും പൂക്കളും ഒക്കെ ധാരാളം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്.
നമ്മൾ മാറ്റി നട്ടപ്പോൾ വേരുകൾക്ക് ബലക്ഷയം സംഭവിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെടിച്ചട്ടിയിലുള്ള ഏത് തരത്തിൽപ്പെട്ട ചെടികളും നേരിട്ട് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഇതുപോലെ നേരിട്ട് മണ്ണിൽ നടുമ്പോൾ ഫാസ്റ്റായിട്ട് ചെടികൾ വളരുകയും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രൂൺ ചെയ്ത് ഗാർഡൻ നല്ല ഭംഗിയാക്കി മാറ്റാനും സാധിക്കും. ഈ പ്രാവശ്യത്തെ കൃഷി വീഡിയോയ്ക്കൊപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റവും കൂടി കാണിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്ക് ഐറ്റമായ കായ് വറുത്തത് അഥവാ ബനാന ചിപ്സ് വളരെ എളുപ്പത്തിൽ ആർക്കും 1-2 മിനിറ്റ് കൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ചിപ്സിനേക്കാൾ രുചികരമായ ചിപ്സ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് പച്ച ഏത്തക്ക എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ 15 മിനിറ്റായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ വെള്ളത്തിൽ നിന്ന് ഏത്തക്കായ എടുത്ത് തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലത്തെ സ്ലൈസർ ഉണ്ടെങ്കിൽ നേരിട്ട് എണ്ണയിലേക്ക് ചീകി ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കത്തി ഉപയോഗിച്ച് കനം കുറച്ച് ഒരേ തിക്നെസ്സിൽ അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സ്ലൈസർ ഉപയോഗിച്ച് നേരിട്ട് എണ്ണയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. കായ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ കായ ഫ്രൈ ആയി വരുമ്പോൾ ഒരു എണ്ണ കുടിച്ച ടേസ്റ്റ് ആയിരിക്കും. ഇട്ട ഉടനെ ഇളക്കണ്ട, അല്പസമയം കഴിയുമ്പോൾ തൊട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പത നന്നായിട്ട് നിൽക്കും. ഇപ്പോൾ ഇതിൻ്റെ പതയൊക്കെ നിന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്ത് അരിപ്പയിൽ ഇട്ടതിന് ശേഷം ചൂടോടെ തന്നെ അല്പം ഉപ്പ് കലക്കിയത് ഇതുപോലെ തളിച്ചു കൊടുക്കാം. ഒറ്റ പ്രാവശ്യം ഇതുപോലെ തളിച്ചു കൊടുത്താൽ മതി. ഉപ്പ് മുൻപന്തിയിൽ നിന്നാൽ കായയുടെ ടേസ്റ്റ് മാറും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് കലക്കി എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ, അതായത് കായ വറുത്തത് കോരിയതിന് ശേഷം ഉപ്പുവെള്ളം കലക്കിയത് തളിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കായ ഫ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ പത നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് 1-2 ടീസ്പൂൺ ഉപ്പുവെള്ളം നേരിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കഴിയുമ്പോൾ ഒരു പൊട്ടുന്ന പോലെ ഒരു ശബ്ദമുണ്ടാകും. ഈ ശബ്ദം ഒരു 10 സെക്കൻഡിനുള്ളിൽ നിൽക്കും. അപ്പോൾ തന്നെ നമുക്ക് അരിപ്പയിലേക്ക് കോരിയെടുക്കാം. ഈ രീതിയിലും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബനാന ചിപ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലെ മുഴുവൻ ചിപ്സും വറുത്തെടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവൻ ചിപ്സും വറുത്തെടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക 25 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ നിന്ന് ഒരു 2 കിലോയോളം ചിപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.